ഗോപിദാസ്. മാതൃഭൂമി യാത്രാ മാഗസിനിലൂടെയും ടെലിവിഷനിലൂടെയും ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് റോബി ചേട്ടൻ. റോബി ചേട്ടൻ എപ്പോഴും യാത്രയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയുടെ കൈരളി തിയേറ്ററിന് മുമ്പിൽ വെച്ചിട്ട് ആകസ്മികമായിട്ട് പുള്ളിക്കാരനെ ഞാൻ കണ്ടതാണ്. റോബി ചേട്ടാ എപ്പോഴാണ് ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഡൽഹി ബേസ് ചെയ്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞൊരു 2-2.5 വർഷമായുള്ളൂ ഞാൻ ഈ കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ മാതൃഭൂമി യാത്ര പ്രോഗ്രാം മാഗസിനിലെ എഴുത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡൽഹിയിൽ ഇരുന്ന് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫെസ്റ്റിവൽ. ഇവിടെ ആളുകൾ വരികയും ഒത്തുകൂടുകയും സിനിമകൾ കാണുകയും ചെയ്യുമ്പോൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും കൂടണം എന്നുള്ള ഒരു നല്ലൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ ഒരു വാശിയോട് കൂടിയിട്ട് ഞാൻ ഇപ്പം എനിക്കിനി മഹാരാഷ്ട്രയാണ് നമ്മുടെ യാത്രയിൽ ഇനി വരാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 10 ദിവസം ഈ ഫെസ്റ്റിവലിന് മുമ്പ് പോയി യാത്രയുടെ ഒരു ബോംബെ സിറ്റി മാത്രം ഒരു 5-6 എപ്പിസോഡ് എടുത്തിട്ട് ഓടി വന്നതാണ് ഇങ്ങോട്ട് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇൻക്രെഡിബിൾ ആണ്. അതെ, നമ്മൾ ഇന്ത്യയാണ് എനിക്ക് ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ സ്ഥലത്തിനും നമ്മൾ ഇപ്പം ഓരോ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകൾ കണ്ടെത്തി അതിനെ ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിക്കുന്ന അവസരത്തിൽ നമുക്ക് എല്ലാ സ്ഥലവും നല്ലതായിട്ട് തോന്നും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം ടാഗോറിലൊരു സിനിമ തുടങ്ങാൻ പോകാം. നമുക്ക് ടാഗോറിലോട്ട് പോയാലോ? സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, ശരി. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇന്ത്യയുടെ വെളിയിലൊന്നും അധികം യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ വെളിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഒക്കെയാണ്. അപ്പം നമ്മൾ ഇന്ത്യ മൊത്തം കണ്ടതിന് ശേഷം ഇന്ത്യക്ക് വെളിയിലോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെസ്റ്റിവൽ കാണാൻ ഞാൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളെയൊക്കെ അടുത്തറിയാനും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിത രീതിയും വസ്ത്രധാരണവും കൾച്ചറും ഒക്കെ നമുക്ക് അടുത്തറിയാനുള്ള ഒരു വലിയൊരു ഉപാധിയായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫെസ്റ്റിവലിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് ഏകദേശം ഒരു 160ഓളം സിനിമകൾ എന്നാ തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് കണക്കറിയില്ല. അതുപോലെ തന്നെ ഏകദേശം 60ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ. അപ്പോൾ ഇത്രയും സിനിമകൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് 2-3 അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ അത്രയും സിനിമകളെ കാണാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് അത് നമ്മൾ പാഴാക്കരുത് എന്നുള്ള ഒരു വല്ലാത്ത എനിക്കത് തോന്നി. അങ്ങനെ പാഴാക്കുന്നത് ഒരു അവസരം നമുക്ക് മിസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ യാത്രയൊക്കെ ഒന്ന് ചെറിയ യാത്ര നടത്തിയിട്ട് അത്യാവശ്യം എപ്പിസോഡൊക്കെ എടുത്ത് ഞാൻ വേഗം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഞാൻ ഡൽഹിയിലൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഗോവയിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാട്ടിലൊക്കെ ഒരുപാട് നല്ല ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇവിടെ ഈ തിരുവനന്തപുരം IFFKയുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള സിനിമകളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റ് സ്ഥലത്തേക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും സിനിമ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത്. യാത്രകൾ അധികം ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ സാഹചര്യം ഒത്തു വരണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സിനിമ എന്ന് പറഞ്ഞൊരു മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ സംസ്കാരങ്ങൾ കാണാനും, ഈ ഇപ്പോൾ സിനിമകളല്ലെങ്കിൽ ഡോക്യുമെന്ററി ചാനലുകൾ, ഡിസ്കവറി, ട്രാവൽ ആൻഡ് ലിവിങ്, അങ്ങനത്തെ ചാനലുകളൊക്കെ നമുക്കൊരു യാത്രകൾ അധികം ചെയ്യാൻ സാധിക്കാത്തവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അപ്പൊ ഈ സിനിമകൾ നമുക്കൊരു കണക്കിന് പ്രചോദനമാണ്. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ നമുക്ക് ആഗ്രഹം തോന്നും. അപ്പൊ റോബി ചേട്ടൻ ഈ സിനിമകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തും? തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പേരുകൾ എനിക്ക് ഓർമ്മയില്ലെങ്കിലും വിവിധ സ്ഥലങ്ങളിലെ പിന്നെ സിനിമകൾ കാണാനായിട്ട് ക്ലാഷ്, അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സിനിമകൾ. അപ്പൊ അതിനകത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാഷ് കണ്ടപ്പോൾ നമുക്ക് ആ ഒരു രാജ്യത്തെ അവിടുത്തെ കലാപത്തെക്കുറിച്ചും അവിടെ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചും അവിടുത്തെ ആളുകളുടെ ഭിന്നതയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവരുടെ ഭാഷയും എല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു സിനിമ കണ്ടു, ഞാൻ അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആ ഒരു ആഫ്രിക്കൻ ഗ്രാമവും ആ ആഫ്രിക്കൻ ഗ്രാമത്തിലെ ആളുകളുടെ ആചാരവും അവിടുത്തെ ആഘോഷവും അവിടുത്തെ സ്കൂൾ എങ്ങനെയാണ്, അവിടുത്തെ സ്കൂൾ കുട്ടികൾ എങ്ങനെയാണ്, അവരുടെ വസ്ത്രധാരണം എന്താണ്, അവരുടെ ഭക്ഷണം എന്താണ്,
അവിടുത്തെ അവര് നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ അന്ധവിശ്വാസം, ഇതെല്ലാം നമുക്ക് ആ സിനിമയിലൂടെ കാണുവാനായിട്ട് സാധിച്ചു. അപ്പം ഒരു 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ട് ഒരു ദേശത്തെ അറിയുവാനുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അറിയുവാനുള്ള നമ്മളിൽ നിന്നും എത്രയോ കിലോമീറ്റർ, 10,000 കിലോമീറ്റർ അങ്ങറ്റത്ത് കിടക്കുന്ന ഒരു രാജ്യത്തെ, വേറൊരു ഭൂഖണ്ഡത്തിലുള്ള രാജ്യത്തെ സംസ്കാരവും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ സിനിമകളെ കാണുന്നത്. ഞാൻ മാക്സിമം സിനിമകൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതും നമ്മൾ യൂറോപ്യൻ സിനിമകളല്ലാതെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില രാജ്യത്തെ സിനിമകളും അല്ലെങ്കിൽ നമ്മൾ അധികം പരിചയമില്ലാത്ത രാജ്യത്തെ സിനിമകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സിനിമകളാണ് ഞാൻ കൂടുതലായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ഇവിടെ വരുന്ന എല്ലാ ഡെലിഗേറ്റ്സിനും അത് വളരെ പ്രയോജനകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും. കാരണം പറഞ്ഞാൽ ഓരോ സിനിമ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു യാത്രയാണ് ചെയ്യുന്നത്, ആ രാജ്യത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും ഒരു സ്ഥലത്തിനെ അടുത്തറിയാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് സിനിമ എന്ന് പറയുന്നത്. അതിനകത്തൊരു കലയുണ്ട്, പിന്നെ അതിനകത്ത് ഒരു ആർട്ടും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഒറ്റയ്ക്കാണല്ലോ ഭൂരിഭാഗം യാത്രകൾ നടത്താറ്. അങ്ങനെ പോവാനുള്ള ഒരു കാരണം? ഞാനൊരു സോളോ റൈഡറാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്കാണ് ഇപ്പം യാത്ര ചെയ്ത് ഇപ്പം നമ്മുടെ മാതൃഭൂമി യാത്രയുടെ ചിത്രീകരണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധാരണ ഞാൻ ഒരു സ്ഥലത്ത് എത്തിയാൽ അവിടെ നിന്ന് ആരെങ്കിലും സഹായത്തിന് കൂട്ടിയിട്ട് അവിടുന്ന് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ അവിടെ തന്നെ അവരോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഉണ്ട്, നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടും, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള ആളുകളോട് ചങ്ങാത്തം കൂടാനുള്ള ഒരു അവസരമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ആൾക്കാരെ കൊണ്ട് പോകുമ്പോൾ ഞാൻ അവരുമായിട്ട് കൂടുതൽ അടുക്കുകയും അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് അകലുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം സോളോ റൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ആ സ്ഥലങ്ങളെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സോളോ റൈഡ് ചെയ്യുന്നത്. ഇതുവരെ ഒരുപാട് യാത്രകൾ നടത്തി, ഒരു ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്പർശിച്ച ഒരു സ്ഥലം ഏതാണെന്ന്? ഞാൻ കാശ്മീർ തന്നെയാണ്, ജമ്മു കാശ്മീരാണ് എനിക്ക് ഒരുപാട് സ്വാധീനിച്ച ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ആളുകളുടെ സംസ്കാരവും അവരുടെ സൗന്ദര്യവും എല്ലാം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ ലേ ലഡാക്ക് ട്രിപ്പ് ഇപ്പം ഞാൻ 2-3 തവണ പോയി. ഇപ്പം ലാസ്റ്റ് ഞാൻ 2008 ആദ്യമായിട്ട് ലേ ലഡാക്കിന് പോകുന്നത്. അപ്പോൾ ലേ ലഡാക്കിന് 2008 പോയി, അത് കഴിഞ്ഞ് 2010 പോയി, ഇപ്പം 2016 പോയി ഞാൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വികസനവും അവിടെ ഉണ്ടാകുന്ന മാറ്റം എനിക്ക് ഈ 3 യാത്രകളിലൂടെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇന്ത്യയിൽ മൊത്തം യാത്ര ചെയ്തതിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് ജമ്മു കാശ്മീരാണ്. ഒരു സിനിമയുടെ ഭാഗമായിട്ട് ലൊക്കേഷൻ കൺസൾട്ടന്റ് ആയിട്ട് വീരത്തില് പ്രവർത്തിച്ചു എന്ന് ഞങ്ങളിങ്ങനെ കേട്ടിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതിന് റോബിച്ചേട്ടനെ തന്നെ സംവിധായകൻ ജയരാജ് റോബിച്ചേട്ടനെ കണ്ട് സംസാരിച്ച് വീരത്തിന്റെ ലൊക്കേഷൻ കൺസൾട്ടന്റ് ആയി. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് സീരിയസ് ആയിട്ട് ട്രാവലിംഗ് മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അന്നേരം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഈ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ അറിയാലോ. ഓരോ സിനിമയും കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതിനേക്കാളും നല്ല സ്ഥലം കാശ്മീരിലുണ്ടായിരുന്നു, ഇതിനേക്കാളും നല്ല സ്ഥലം ഒറീസയിലുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ യാദർശികമായിട്ട് സജി കോട്ടയം എന്ന് പറഞ്ഞ ഈ ഒരാള്, പുള്ളി ഈ വീരത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. പുള്ളി ആയിട്ട് എന്നെ അറിയാം, പുള്ളിക്ക് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ അറിയാം. അപ്പം പുള്ളി എനിക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ജയരാജ് സാർ ഒരു പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ പുള്ളി കുറേ ലൊക്കേഷനൊക്കെ നോക്കി പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നീ ഒരു ദിവസം വന്നിട്ട് ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, നീ വന്നിട്ട് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജയരാജ് സാറിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. നമ്മൾ വളരെ ആരാധ്യപുരുഷനായിട്ട് കാണുന്ന, ഞാൻ ആരാധിക്കുന്ന ഒരു സംവിധായകനെ നേരിട്ട് കാണുകയും അദ്ദേഹം എൻ്റെ കാര്യങ്ങളും എൻ്റെ യാത്രയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയായിരുന്നു, റോബി ഈ പടത്തിൽ വർക്ക് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം, നമുക്ക്. അങ്ങനെ അദ്ദേഹം എനിക്ക് വീരം സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി തരികയാണ്. വീരം സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞത്, റോബി ഈ സീനുകൾക്ക് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നതെങ്കിൽ കൂടി ഒരു 50 വർഷം 60 വർഷം അല്ലെങ്കിൽ ഒരു 70 വർഷം
മുമ്പുള്ള കേരളം ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭീകരമായിട്ടുള്ള വികസനമാണ് നടന്നിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്കത് ലൊക്കേഷൻ കേരളമായിട്ട് താരതമ്യമുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് പുള്ളി ചോദിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ സാറിന് ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് സജക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഞാൻ ജയരാജ് സാറിൻ്റെ കൂടെ ഒരു 8 ദിവസം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി ഓരോ ലൊക്കേഷൻസ് കാണിച്ചു. മേഘാലയയിൽ പോയി, നമ്മൾ പിന്നെ ആസാമിൽ പോയി, പിന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആഗ്ര, UP അവിടെയൊക്കെ പോയി കുറേ സ്ഥലങ്ങൾ പുള്ളി കാണിച്ചു കൊടുത്തു. അങ്ങനെ അതിൽ നിന്നാണ് പുള്ളി നമ്മുടെ അജന്ത അലോറ കേവ്സ്, അവിടെയാണ് പുള്ളി ആ സിനിമ പിന്നെ ഷൂട്ടിങ്ങിനായിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. അവിടെ ഉണ്ടായിരുന്ന അജന്ത അലോറയുടെ ബിൽഡിംഗ് ഒക്കെ കേരളത്തിലെ ഒരു പുരാതന ബിൽഡിങ്ങിൻ്റെ ഒക്കെ കെട്ടിടങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഒരു സാമ്യത തോന്നിയതുകൊണ്ട് അദ്ദേഹം ആ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ലൊക്കേഷൻ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. യുവാക്കളുടെ യാത്രയ്ക്ക് സിനിമകൾ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് തോന്നി. ഈ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഒരു പശ്ചാത്തലം കൊണ്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് യാത്രകൾ ചെയ്യാൻ തീരുമാനിക്കേണ്ടായി. ബൈക്കിന്റെ സെല്ലിങ് വരെ കൂടി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അത്തരം സിനിമകള് റോബിച്ചേട്ടന്റെ അഭിപ്രായത്തില് യുവാക്കളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇതുപോലുള്ള റോഡ് മൂവികൾ ഇനിയും വരണം. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി എന്ന് പറയുന്ന ആ സിനിമ യുവാക്കളിലേക്ക് ഒരു സാഹസിക യാത്രയിലേക്ക് യുവാക്കളെ ചിന്തിപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് കമ്പനി പോലും രഹസ്യമായിട്ട്, പരസ്യമായിട്ടല്ലെങ്കിലും റോയൽ എൻഫീൽഡിന്റെ കമ്പനി രഹസ്യമായിട്ടെങ്കിലും അവകാശപ്പെടുന്നുണ്ട് ആ സിനിമയ്ക്ക് ശേഷം കേരളത്തിലെ ബുള്ളറ്റുകളുടെ സെയിൽ കൂടി എന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ 2006 കാലഘട്ടങ്ങളിലേക്കായിരുന്നു ബൈക്കിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സിനിമയ്ക്ക് ശേഷമാണ് കേരളത്തിലെ യുവാക്കൾ കൂടുതലായിട്ടും ബൈക്ക് റൈഡിങ്ങിനോടും അല്ലെങ്കിൽ ബൈക്ക് ടൂറിനോട് ഒരു താല്പര്യം തോന്നുന്നത്. അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള സിനിമകൾ എന്നെ ശരിക്കും പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അത് 10ഉം 20ഉം പ്രാവശ്യം കണ്ടിട്ട് അതിൽ വട്ടായിട്ടാണ് ഞാൻ ഈ ബൈക്കും എടുത്ത് ഇന്ത്യ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണം. ഇതുപോലുള്ള സിനിമകൾ വന്നാലാണ് യുവാക്കളുടെ മറ്റ് എന്താ പറയണ്ടേ അനാവശ്യമായിട്ടുള്ള നേരം പോക്കുകളിൽ നിന്ന് ഈ തീർച്ചയായിട്ടും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, അവർക്ക് കൂടുതൽ അറിവ്, ഓരോ യാത്രയും അവർക്ക് പുതിയ അറിവുകളാണ് നേടിക്കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. റോബി ചേട്ടന് സിനിമയോട് താല്പര്യമുണ്ട്, സിനിമ ചെയ്യാൻ താല്പര്യമുണ്ട്? സിനിമകളോട് താല്പര്യമുണ്ട്, സിനിമാ മോഹം ഉണ്ട് മനസ്സിൽ. ഒരു റോഡ് മൂവി ചെയ്യണമെന്ന് എൻ്റെ ഒരു ഡ്രീമാണത്. പക്ഷെ അതിന് ശരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തുവരുന്ന ഒരു അവസരത്തിൽ അത് ഞാൻ ചെയ്യും. അതിനുവേണ്ടി ഞാൻ വർഷങ്ങളോളം കാത്തിരിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം സംഭവിക്കാം, ചിലപ്പം 5 വർഷം കഴിഞ്ഞ് സംഭവിക്കാം. പക്ഷെ എല്ലാ സാഹചര്യവും ഒത്തുവരണം. അല്ലാതെ ഒരു തട്ടിക്കൂട്ട് പടം എടുക്കുക എന്നുള്ള രീതിയോട് എനിക്ക് താല്പര്യമില്ല. ഡെലിഗേറ്റ്സിനോടും ഇവിടെ എത്തിയിരിക്കുന്നവരോടും എന്താണ് റോബിച്ചേട്ടന് പറയാൻ? ഡെലിഗേറ്റ്സിനോട് ഇപ്പം ഇവിടെ വരുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയെ സ്നേഹിക്കുന്നവരാണ്. സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും 100% യാത്രയെ സ്നേഹിക്കുന്നവരായിരിക്കും. കാരണം അവരുടെ ഒരു മെന്റാലിറ്റി അങ്ങനെയായിരിക്കും. അപ്പം അങ്ങനെയുള്ള എനിക്ക് അവരോട് പറയാനുള്ളത് മാക്സിമം ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കഴിയുന്ന രീതിയിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് നോളജും അറിവും ഒക്കെ നമ്മുടെ മനസ്സിന് ആനന്ദവും ഒക്കെ ചിന്തിപ്പിക്കാനും ഒക്കെ സിനിമ ചെയ്യുന്നവർക്ക് പുതിയ പുതിയ കഥകൾ കിട്ടാനും ഒക്കെ കാരണം എന്നോട് പല സംവിധായകരും തിരക്കഥാകൃത്തുകളൊക്കെ എന്നോട് റോബി ഒന്ന് കാണണം, സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ മൂലകഥ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് തന്നെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്ക് സിനിമയുടെ കഥയിലേക്കൊക്കെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാം. ചിലപ്പോൾ ഒരു യാത്രയിൽ നിന്നായിരിക്കും ഒരു പുതിയ കഥ കിട്ടുന്നത്. അതുകൊണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മാക്സിമം സിനിമ കാണുക. അതോടൊപ്പം തന്നെ ബാക്കി നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും ഉള്ള ഇന്ത്യയിൽ നിങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷം. ഇത്രയും നേരം എനിക്ക് മാതൃഭൂമി.com എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും കാണുക. ഞാൻ മാതൃഭൂമി.com ലൈവ് റൈഡ് വിത്ത് റോബി എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഒരു 3-4 ഞാൻ ചെയ്തു, ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയുക, അതും കാണുക. അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം.